പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ എൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ഉടമ്പടിയിൽ വെക്കുമ്പോൾ നിങ്ങളെ ഈ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി വേണം. നിങ്ങൾക്കറിയാവില്ലേ, എപ്പോഴും ചെയ്യണ്ടേ, ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചാൽ മതി എന്നും പറഞ്ഞാണ് ചില ആൾക്കാർ പരീക്ഷ എഴുതുന്നത്. പക്ഷെ ചിലർ പരീക്ഷ എഴുതുന്നത് അങ്ങനെയല്ല. അവർക്കെന്താണ്, അവർക്ക് ആദ്യത്തെ 10 റാങ്കിൽ എവിടെയെങ്കിലും കയറി പറ്റണമെന്ന് എഴുതത്തുള്ളൂ. അതാണ് വ്യത്യാസം. ആ വ്യത്യാസമുണ്ട്. ചിലർ പറയണത് എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി എന്നാണ്. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നമുക്ക് പൊടികോരി തിന്നാൻ പറ്റത്തില്ല. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഭൂമിയിലുള്ള കാര്യം നടന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ഉടമ്പടി വെക്കാം നിങ്ങൾക്ക്. പക്ഷെ അതേസമയം തന്നെ ആദ്യത്തെ 10 റാങ്കിൽ ഒരാളായിട്ട് കയറി പറ്റണമെന്ന് പറഞ്ഞ് ഉടമ്പടി വെക്കാം. അത് സാന്നിധ്യത്തിൻ്റെതാണ്. ഡിസ്റ്റിങ്ഷൻ കഴിഞ്ഞ് മുകളിലോട്ട് വരണതെല്ലാം എൻ്റെ റാങ്ക് സാന്നിധ്യത്തിൻ്റെതാണ്. നിങ്ങളെന്തിനാണ് ഉടമ്പടി എടുക്കേണ്ടത്? കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കണമെന്ന് ഉടമ്പടി എടുക്കണം. പറഞ്ഞ മനസ്സിലായ? അല്ലാതെ വസ്തു വിൽക്കണമെന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കണ ഈസിയായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതിന് ഓവർ പ്രാധാന്യം കൊടുക്കരുത്. അതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ നടക്കും ഉടമ്പടിക്കാലത്ത്. നിങ്ങൾ പറയണത് എന്താണ്? നിങ്ങൾക്ക് സാന്നിധ്യം വേണമെന്ന് പറയണം. കാര്യം വാഗ്ദാനത്തിലുള്ളതാണ്, നമുക്ക് സ്കീമിലുള്ളതല്ലേ. ഇപ്പം ഞങ്ങൾക്ക് വീട് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്നാൽ പഞ്ചായത്തുകാർ പറയും നിങ്ങൾ ആപ്ലിക്കേഷൻ വെക്കൂ. പക്ഷേ 300 ആപ്ലിക്കേഷൻ ഇവിടെ കിടപ്പുണ്ട്. ലൈഫ് മിഷൻ്റെ 300 ആപ്ലിക്കേഷൻസ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എന്നാലും നിങ്ങൾ വെക്കൂ. ഞങ്ങൾ വീടൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ യോഗ്യരാണെങ്കിൽ അടുത്ത ഗഡുവിന് പരിഗണിക്കാം. എന്നാൽ അവർ പരിഗണിക്കാം എന്ന് പറയാൻ കാര്യം സ്കീമുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ പറയാം ലൈഫ് മിഷൻ്റെ വീട് പോയി, ഞങ്ങൾക്ക് വീടുണ്ട്, ഞങ്ങളുടെ വീടൊന്ന് പുതുക്കി പണിതാൽ മതി, ഓടിൻ്റെ വീടാണ് ഇട്ടിരിക്കുന്നത്, അതൊന്ന് വാർത്താൽ മതി എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഓടിട്ട വീട് ഓട് മാറ്റിയിട്ട് വാർക്കുന്ന സ്കീമില്ലെന്ന് പറയും. അപ്പോൾ പറയാം, അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി വഴി ചേച്ചി എപ്പോഴും കയറി ഇറങ്ങണ്ട, അത് മൊത്തം പൊളിച്ച് മാറ്റി, എന്നിട്ട് നിങ്ങൾ രണ്ടാമത് ഈ ആപ്ലിക്കേഷൻ വെക്കാൻ പറയും. അപ്പം നിങ്ങൾക്ക് പുതിയ വീട് കിട്ടുമല്ല, എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം. അത് സ്കീമിൻ്റെ പ്രശ്നമാണ്. ഇപ്പം നിങ്ങൾക്ക് ഉടമ്പടിയിലുള്ളത് വാഗ്ദാനങ്ങളെല്ലാം സ്കീമുകളാണ്. പ്രസൻസ് എന്ന് പറഞ്ഞ സ്കീമാണ്, ഓൾറെഡി ഉള്ളതാണ്. ഉള്ള കാര്യം നമുക്ക് ചോദിക്കാം, ഇല്ലാത്ത കാര്യം ചോദിക്കാതിരുന്നാൽ മതി. ഉള്ള കാര്യം ചോദിക്കാം, അത് സ്കീമിലുള്ളതാണ്. എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പന നിങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം. അപ്പോൾ സ്കീമിലുള്ളതാണത്. അപ്പോൾ നമുക്കെന്ത് ചോദിക്കാം? കർത്താവ്, ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ട്, പല കാര്യങ്ങളൊക്കെ ഉണ്ട്, മഴ കെട്ടിക്കണം, തന്നെയല്ല മറ്റേ ആ ഇംഗ്ലണ്ടിൽ പോയ കൊച്ചിൻ്റെ ജോലി രണ്ടാമത് വിസ പുതുക്കി കിട്ടണില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് നിന്നെ കാണണം, അതാണ് വിഷയം. അപ്പോസ്തലന്മാരൊക്കെ ആദ്യം വന്നപ്പോൾ ചോദിച്ച ചോദ്യം അതാണ് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടത്. ഈശോയോട് ചോദിച്ചേ, റബ്ബി വേറെ ആർ യു ലിവിങ്? ഒയ്യോ ഭയങ്കര, അതായത് വേറെ ആർ യു ലിവിങ്? Take the bed of God. Sudhikita hallelujah. Hallelujah, 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 hallelujah. Yeshua nandi hallelujah, hallelujah. Yeshua hallelujah, 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 hallelujah. Yeshua ആരാധന. യേശു തിരിഞ്ഞ് അവർ തന്റെ പിന്നാലെ വരുന്നത് കൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് ഇതിനർത്ഥം. അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്നു കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോട് കൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂറായിരുന്നു. അപ്പൊ ഇതിനകത്ത് വരുന്നൊരു വിഷയം, കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം എന്താ? നിങ്ങൾ എന്താണ് അന്വേഷിക്കണം എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ അവർ ഉത്തരം പറയണത് ആരെ അന്വേഷിക്കുന്നു എന്നതിനാണ്.
അവിടെ ഭയങ്കര ട്വിസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. എന്താണ് അന്വേഷിക്കണമെന്നാണ് ചോദിക്കണത് കർത്താവ്. അപ്പോൾ പറയും ഞാൻ എൻ്റെ പരീക്ഷ ജയിക്കാൻ വേണ്ടിയാണ് അന്വേഷിക്കുന്നത്. എന്നുവെച്ചാൽ നിൻ്റെ കയ്യിൽ നിന്നുള്ള ആനുകൂല്യങ്ങളാണ് അന്വേഷിക്കുന്നത്. അപ്പം കർത്താവും ചോദിക്കണത് നിങ്ങൾ വല്ല എൻ്റെ പുറകെ വരുന്നുണ്ടല്ലോ, നിങ്ങൾ ആനുകൂല്യങ്ങളാണോ അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ആനുകൂല്യങ്ങളല്ല. വി വണ്ട് ടു നോ ദാറ്റ് വെയർ യു ആർ ലിവിങ്. നീ എവിടെ താമസിക്കുന്നുവെന്നറിയണം. വചനത്തിൻ്റെ കൂടെ എവിടെയാണെന്നറിയണം. അയ്യോ, എന്നാ ചോദ്യമാണ് ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ. എന്നാ ഉത്തരവാണ്. നീ എവിടെയാണ് താമസിക്കുന്നത്? അപ്പം കർത്താവ് ചോദിക്കണം നിങ്ങൾ എന്താണ് അന്വേഷിക്കണതെന്നാണ്. പരീക്ഷയ്ക്ക് വിജയമാണോ, വസ്തു വിൽക്കാനാണോ, വിഷയങ്ങളാണോ അന്വേഷിക്കണത് എന്ന് പറയുമ്പോൾ ആണെന്നല്ല അവർ പറയണത്. അവർ പറയുന്നത് എന്താണ്? വിഷയങ്ങളല്ല ഞങ്ങളുടെ പ്രശ്നം, വ്യക്തിയാണ്. നീ ആണ് ഞങ്ങളുടെ പ്രശ്നം. നീ എവിടെ താമസിക്കുന്നു? അതിൻ്റെ അർത്ഥം എന്താണ്? നിൻ്റെ കൂടെ താമസിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതാണ് വിഷയം. ഉടമ്പടിയുടെ ഒരു ഉദ്ദേശം അത് തന്നെയാണ്. എവിടെ താമസിക്കുന്നു വെച്ചാൽ കർത്താവിൻ്റെ കൂടെ താമസിക്കാവുന്നൊരു കാലമാണ് ഈ ഉടമ്പടി കാലം എന്ന് പറയണത്. ഇത് അവസാനം വരെ ഈ ചോദ്യ ഉത്തരങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പട്ടാളക്കാർ വരുമ്പോൾ കർത്താവ് ചോദിക്കും, അവിടെ ചോദിക്കണത് നിങ്ങൾ എന്ത് അന്വേഷിക്കണം എന്നല്ല ചോദിക്കണത്, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു എന്നാണ് ചോദിക്കേണ്ടത്. കാര്യം എന്താണ്? അവർ ചോദിക്കേണ്ട ആൾ വ്യക്തിയാണ്, വ്യക്തിയുടെ ആനുകൂല്യങ്ങളല്ല. അവർ ചോദിക്കേണ്ട ആളാരാണ്? വ്യക്തിയാണ്. അപ്പം എന്തന്വേഷിക്കുന്നു ചോദിക്കുന്ന ബൈബിള് അവസാനിക്കുന്നത് ആരെ അന്വേഷിക്കണം എന്ന് പറഞ്ഞ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 18:4. യോഹന്നാൻ 18:4. തനിക്ക് സംഭവിക്കാനിരിക്കുന്നതെല്ലാം അറിഞ്ഞിരുന്ന യേശു മുമ്പോട്ട് വന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അപ്പോൾ അവർ പറയും ജീസസ് ഓഫ് നാസറത്ത്, നസ്രായൻ. ദാറ്റ്സ് മീ. നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ, ഇനി വേറെ ആരും നിങ്ങൾ അന്വേഷിച്ച് പോകേണ്ട ആൾ ഞാൻ തന്നെയാണെന്ന് പറയും. ദാറ്റ്സ് മീ എന്ന് പറയുമ്പോൾ ആ വചനത്തിൻ്റെ പവറിൽ യേശുവിനെ പിടിച്ചു കെട്ടാമെന്ന് ഒരു മലന്നടിച്ച് വീണാണ് നമുക്ക് കാണുന്നത്. അതാണ് പവർ ഓഫ് ഗോഡ് എന്ന് പറയണത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, അഥവാ ദൈവം എന്നിലൂടെ ഇപ്പോൾ ഈ നിമിഷം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ സുവിശേഷത്തിൻ്റെ യാത്രയിൽ ആദ്യം മനുഷ്യൻ ആരംഭിക്കുന്നത് എന്ത് അന്വേഷിക്കുന്നു എന്നും പറഞ്ഞാൽ കർത്താവ് ചോദിക്കുന്നത് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു. പിന്നീട് ഈശോ അത് അവസാനിപ്പിക്കുന്നത്, നിങ്ങൾ കഷക്കൈതല്ല അന്വേഷിക്കേണ്ടത്, നിങ്ങൾ വിഷയമല്ല അന്വേഷിക്കേണ്ടത്, എന്നെ തന്നെയാണ് പിതാവ് അയച്ച എന്നെ തന്നെയാണ് അന്വേഷിക്കേണ്ടത്. അതാണ് ആരെ അന്വേഷിക്കുന്നു. ഉടമ്പടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്വാഭാവികം നമുക്ക് പ്രലോഭനം ഉണ്ടാകാം എന്തന്വേഷിക്കാൻ, ജോലി അന്വേഷിക്കാൻ, വീട് അന്വേഷിക്കാൻ, പ്രമോഷൻ അന്വേഷിക്കാൻ, പെൻഷൻ അന്വേഷിക്കാൻ, PR അന്വേഷിക്കാൻ നമുക്ക് ത്വര ഉണ്ടാകാം. ഈ ത്വരയെ അതിലംഘിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഉടമ്പടിയിലൂടെ ക്രിസ്തുവിനെ അന്വേഷിക്കാൻ. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വന്തം മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടിയുടെ ലക്ഷ്യം നീ തന്നെയാണെന്ന വലിയ വെളിപ്പെടുത്തൽ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഉടമ്പടിയിലൂടെ ഈശോ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്നുള്ളതാണ്. ഉടമ്പടിയിലൂടെ ഈശോ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ആരെ അന്വേഷിക്കുന്നതാണ്. അപ്പോൾ ബുദ്ധിയുള്ള മനുഷ്യ, ദൈവത്തിലെ നീ മനസ്സിലാക്കണം, കഷൻ കൈൻഡായിട്ടുള്ളൊരു കാലം കഴിയുമ്പോൾ പിന്നീട് നീ അതിലൂടെ കർത്താവിനെ അന്വേഷിക്കാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഉടമ്പടിയിൽ അനുഗ്രഹങ്ങൾ കൈപ്പറ്റുമ്പോൾ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പൊ ഈശോ പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഏറ്റവും ഉടമ്പടി ഏറ്റവും അടിസ്ഥാനം എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് ഉടമ്പടിയുടെ അടിസ്ഥാനം. ഈ വാഗ്ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ഗ്രേഡഡ് ആയിട്ടുള്ള വാഗ്ദാനം എന്താണ്? ആദ്യത്തെ 10 റാങ്കിലുള്ള ഇതിൻ്റെ വാഗ്ദാനം എന്താണ്? ടോപ്പ് റാങ്കിലുള്ള വാഗ്ദാനം എന്താണ്? അത് പ്രസൻസാണ്. എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം. അതാണ്. അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ നമ്മൾ അടിസ്ഥാനപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി. എൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് എന്താണ്? നിങ്ങൾ എന്നെ, അതാണ് 14:23 വായിച്ചത് അല്ലേ? ഇതാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സാന്നിധ്യത്തിൻ്റെ സാധ്യത സ്നേഹത്തോടെ അവൻ പറയണ പോലെ ചെയ്താൽ സാന്നിധ്യം ഉറപ്പാണ്. ഒന്ന് പറഞ്ഞ്, ദൈവസ്നേഹത്തോടെ അവൻ പറയണ പോലെ ചെയ്താൽ സാന്നിധ്യം ഉറപ്പാകുമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഭൗതിക ആനുകൂല്യങ്ങളെക്കാൾ അങ്ങയുടെ ആത്യന്തിക വാഗ്ദാനമായ ആഗ്രഹിക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കൈവീശിക്കൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഏറ്റവും ടോപ്പായിട്ട് ഉടമ്പടി നിബന്ധന പാലിച്ച ഒരു മനുഷ്യനുണ്ട് ബൈബിളിലെ, പുതിയ നിയമത്തിൽ ഏറ്റവും ടോപ്പായിട്ട്. ഞാൻ അയാളെപ്പോലെ ഉടമ്പടി പാലിച്ച ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും ടോപ്പായിട്ട് ഉടമ്പടി പാലിച്ച അയാളോടാണ് ദൈവം സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണമുണ്ട്. ദൈവം സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണം. ആരാണെന്ന് പറയാമോ? ഏറ്റവും ടോപ്പായിട്ട് ഉടമ്പടി പാലിച്ച ഒരാളുണ്ട് ബൈബിളിൽ. അയാൾക്കാണ് ദൈവം സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണത്. ആരാണെന്ന് പറയാമോ? പുതിയ നിയമത്തിൽ നിന്ന് പറഞ്ഞാൽ മതി, മറിയൊന്നുമില്ല. സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണം. കർത്താവ് സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണം. എനിക്ക് തോന്നിയിരിക്കണത് ഈ ദിവസങ്ങളിൽ പീഡാനുഭവ ധ്യാനങ്ങളുമായിട്ടൊക്കെ സഞ്ചരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന് ഇതിൻ്റെ സ്വകാര്യ ധ്യാനത്തിൽ വന്നൊരാളാണ് ഈ മൂത്ത പുത്രൻ. ദൈവം എപ്പോഴും, ഞാൻ ഈ അച്ഛനായ കാലം മുതലേ
ഇളയ പുത്രനോട് കർത്താവ് ഇങ്ങനെ ഇളയ പുത്രനെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിലും അവൻ ഭയങ്കര ഒരു ബേസിക് കോഴ്സുകാരനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇത് യഥാർത്ഥ ആള് മൂത്ത പുത്രനാണ്. ദൈവത്തിന് പണ്ട് മൂലമുള്ള ഒരു 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 എന്താണ് ഒരു പ്രവർത്തന രീതിയുണ്ട്. ഏറ്റവും നല്ല സംഭവത്തിനെ മൂടിക്കളയും. അത് ദൈവത്തിൻ്റെ ഈ വചനത്തിൻ്റെ ഒരു രീതിയാണ്. നിങ്ങൾ രത്നമാണ് പറയുമ്പോൾ അത് കുഴിച്ചിട്ടിരിക്കണമെന്ന് പറയും. രത്നത്തിൻ്റെ കാര്യം പറഞ്ഞാൽ എന്ത് പറയും? അത് കുഴിച്ചിട്ടിരിക്കുകയാണ്, കുഴിമാന്തി എടുക്കാൻ പറയും. മാന്തി എടുത്താൽ മാത്രം പോരാ, കരസ്ഥമാക്കണമെങ്കിൽ ഇത്തിരി പാടാണ്. പോയി നിനക്കുള്ളതെല്ലാം വിൽക്കാൻ പറയും. അപ്പോൾ ഈ മുന്തിയ സംഭവത്തിനെ ഇങ്ങനെ ആകൃതമാക്കിയിട്ട് കുപ്പയിലും കുഴിയിലുമൊക്കെ വെച്ച് കളയും. അതിലുപോലെ കർത്താവ് കുപ്പയിൽ വെച്ച ഒരാളാണ് മൂത്ത പുത്രൻ. നമുക്ക് കുഴിമാന്തി എടുക്കേണ്ടി വരും അയാളെ. ഇന്ന് വരെ അയാളെ പ്രസംഗിച്ചിട്ടുള്ളവരെല്ലാവരും ഈ അലവലാദിനെയാണ് അങ്ങോട്ട് കയറ്റി വെക്കണം. അവൻ്റെ മാനസാന്തരം വേണ്ട ആനക്കാര്യമായിട്ട് കുട്ടിഘോഷിച്ചിട്ട് എന്നാ പറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്കെങ്കിലും ചില അയ്യോഭാവികൾക്കെങ്കിലും വീണ്ടും പാപം ചെയ്യാനുള്ള ഗ്രേസസും കിട്ടി. എന്താ കരഞ്ഞ കൂവി കർണ തോന്നണമെന്നൊക്കെ പറഞ്ഞ് തൊണ്ട പൊട്ടി അലറിക്കാവി കൂവിയ കർത്താവ് ഉടനെ കർണ കാണിക്കുമല്ലോ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും വന്നിട്ടുണ്ട്. അതായത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവം ഇങ്ങനെ വാത്സല്യത്തോടുകൂടി എന്ത് വഴിപഴച്ച ജീവിതം ജീവിച്ചാൽ അവസാനം ഇങ്ങനെ കണ്ണീരിട്ടൊന്ന് മോങ്ങിയാൽ തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചെറു ധാരണ ചിലർക്കെങ്കിലും, എല്ലാവർക്കും അല്ല, ചില അയ്യോപാപികൾക്ക് എങ്ങനെ വന്നിട്ട് ഇതെല്ലാം പാപം ചെയ്യാനുള്ള ലൈസൻസാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് കൃപയിൽ ഈ ജനം വളർന്നിട്ടുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതൊരു വെല്ലുവിളിയാണ്. പക്ഷെ മൂത്ത പുത്രനെ കണ്ടു നോക്കിയേ, മൂത്ത പുത്രൻ ഈ ഉടമ്പടി പാലിച്ചൊരാളാണ്. അവനത് പറയണ്ട്. അവൻ ക്ഷോഭിക്കുന്ന ഒരു ക്ഷോഭമാണ് ഈശോ കറക്റ്റ് ചെയ്യണത്. നീ ക്ഷോഭിക്കേണ്ട കാര്യമില്ല. എനിക്കുള്ളത് ഈശോ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. എനിക്കുള്ളത് എൻ്റെ ഇഷ്ടം പോലെ വിതരണം ചെയ്യാൻ പാടില്ല. അത് എപ്പോഴും നമ്മൾ ഈശോ ഇടക്കിടക്ക് പറയുന്നൊരു പ്രമേയമാണ്. ടേക്ക് ദ ബ്രെഡ് അപ്പോൾ എനിക്കുള്ളത്. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 20:15. മത്തായി 20:15. എന്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? അതാണ് മൂത്തപുത്രന്റെ പ്രശ്നം. ആകപ്പാടെ മൂത്തപുത്രനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ കർത്താവ് കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. അത് കർത്താവ് മൂത്തപുത്രന് മാത്രമല്ല, അതൊരു ദൈവവചനത്തിൻ്റെ മൗലിക നിലപാടാണ്. 11-ാം മണിക്കൂറിൽ വന്ന ആൾക്കാർക്കും എന്താണ് 1-ാം മണിക്കൂറിൽ വന്ന ആൾക്കാരുടെ അത്രയും തന്നെ കൊടുത്തു. എനിക്കുള്ളത് എനിക്കിഷ്ടമുള്ള പോലെ വിതരണം ചെയ്യാൻ പാടില്ല. ഞാൻ നല്ലവനായത് കൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? അതാണ് പ്രശ്നം. അപ്പം ഈ ഇളയ മകൻ വരുമ്പോൾ മൂത്ത മകന് പറയണ കാര്യങ്ങൾ അത് തന്നെയാണ്. എന്താ കാര്യം എന്താണ്? അവനെന്താ മൂത്തപുത്രൻ എന്തൊക്കെയാണ് പറഞ്ഞത്? വായിച്ചേ. ലൂക്ക 15:29. ലൂക്ക 15:29. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു മൂത്ത മകൻ, നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. അതാണ് ഉടമ്പടി. ഉടമ്പടി തന്നെ കണ്ടില്ലേ? എങ്കിലും ഉടമ്പടി ഒരിക്കലും ഒരിക്കലും തെറ്റിക്കാത്ത ഒരാളാണ് ഈ മൂത്ത മകൻ. കണ്ടില്ലേ? അയാളെ പറയണ്ട. ആ വചനമാണ് ഉടമ്പടിയുടെ വചനം. എന്താ പറഞ്ഞു? ഒന്ന് വായിച്ചേ. ഒരിക്കലും. അപ്പൊ ഇതിന് എത്ര നമ്പറാണ്? 15:29. ലൂക്ക 15:21. എന്താണ്? ഒരിക്കലും നിന്റെ കൽപ്പന നിന്റെ ഉടമ്പടി ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. അപ്പൊ എന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഇവൻ
11-ാം മണിക്കൂറിൽ വന്ന ആളാണ്. തമ്മിലാണ് ഇൻ്റർ കണക്ട് ചെയ്യണത്. ഞാൻ കണക്ട് ചെയ്യണതല്ല, ഇവിടെ ആളിരിപ്പുണ്ട്. കർത്താവ് പരിശുദ്ധാത്മാരുടെ വചനം ഇൻ്റർ കണക്ട് ചെയ്യണതാണ് ഈ കാണുന്നത്. അല്ല, ഞാൻ പഠിച്ചതല്ല ഈ സംഭവം. ഇതെന്താ, 11-ാം മണിക്കൂറിലാണ് ഇവൻ വന്നിരിക്കുന്നത്. ആരാണ്? ഈ ധൂർത്തപുത്രൻ. അവന് 1-ാം മണിക്കൂറിൽ വന്ന ആൾക്കാരുടെ പട്ടു അവന് വള കൊടുത്തു, അവന് എന്ത് കൊടുത്തു? പാദരക്ഷ കൊടുത്തു. പിന്നെ എന്ത് കൊടുത്തു? അവന് നല്ല വസ്ത്രങ്ങൾ കൊടുത്തു. 1-ാം മണിക്കൂറിൽ വന്ന ആളിനെ കൊടുത്തത് തന്നെ അവനെയും കൊടുത്തു. അപ്പോഴാണ് അവൻ പിറുപിറുത്തത്. ഈ പിറുപിറുപ്പ് ഇങ്ങനെ തുടരുകയാണ് ബൈബിളിൽ. അവൻ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായി 20-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുവചനം. മത്തായി 20, 9, 11. 11-ാം മണിക്കൂറിൽ വന്നവർക്ക്, പറഞ്ഞ 11-ാം മണിക്കൂറിൽ വന്നവർക്ക്, 11-ാം മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ദനാറ ലഭിച്ചു. ഓരോ ദിനാരം ലഭിച്ചു. തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു. എന്നാൽ അവർക്കും ഓരോ ദനാറ തന്നെ കിട്ടി. ഓരോ ദിനാരം തന്നെ കിട്ടി. അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു. എന്താണ്? ആദ്യം വന്ന ആൾക്കാരുടെ കൂടെ അവസാനം വന്ന ഞങ്ങളെ അങ്ങ് താരതമ്യപ്പെടുത്തിയല്ലോ, അല്ലേ? ആ വാക്കുകൂടി വായിച്ചേ. മത്തായി 20:12. മത്തായി 20:12. അവസാനം വന്ന ഇവർ ദൂത്തപുത്രന്റെ അനിയനില്ലേ? ദൂത്തപുത്രൻ അല്ല, അവസാനമല്ലേ വന്നത്? അവസാനം വന്ന ഇവന് ഇവർ 1 മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ. എന്നിട്ടും പകലിന്റെ അധ്വാനം ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ. അപ്പൊ മൂത്തപുത്രന്റെ കംപ്ലൈന്റ് അതാണ്. അത് ഇത്തിരി അസൂയയിൽ നിന്ന് വന്ന നീതിബോധത്തിൽ നിന്നൊക്കെ വന്നൊരു കംപ്ലൈന്റാണ്. അത് ലോകരാജ്യത്തിന് നീതി എന്നാണ്. മനസ്സിലായത്? ലോകരാജ്യത്തിന് നീതി എന്ന് വന്നിട്ടുള്ള ചില അപഭ്രംശങ്ങളാണ് ഈ വരുന്നത്. മുത്തപുത്രൻ്റെ ലോകരാജ്യത്തിൻ്റെ നീതിയിലാണ് വിഷയം അവർ കണക്കാക്കുന്നത്. പക്ഷെ ദൈവരാജ്യത്തിന് നീതി വ്യത്യാസമുണ്ട്. അതാണ് എനിക്കിഷ്ടമുള്ളത് എനിക്കുള്ളത് എനിക്കിഷ്ടമുള്ളവർക്ക് നൽകാൻ പാടില്ലേ? ഞാൻ നല്ലവനായത് കൊണ്ട് നീ എന്തിനെ അസൂയപ്പെടുന്നു? അപ്പം അസൂയ വന്നിരിക്കണത് എങ്ങനെയാണ്? ലോകരാജ്യത്തിന് നീതിയുടെ ഫ്രെയിം വർക്കിൽ നിന്നാണ് അസൂയ വരുന്നത്. നീ ദൈവരാജ്യത്തിലേക്ക് വരണമെന്നാണ് ഈ പറയണതിൻ്റെ അർത്ഥം. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവും നീതിയും സമാധാനം. റോമ 14:17. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം ഉറപ്പ് വരുത്തുന്ന നീതി ദൈവരാജ്യത്തിൻ്റെ നീതിയാണ്. ദൈവരാജ്യത്തിൻ്റെ നീതി ദോയ് എന്നുള്ള ലോകരാജ്യ നീതി അല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരുണയിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ധൂർത്തപുത്രന് കിട്ടിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ് കിട്ടിയിരിക്കുന്നത്. അവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്? ആ 1 താലന്താണ് ലഭിച്ചത്. അവന് ആ 1 താലന്ത് അവനെ കൊടുത്തു, അത്രേ ഉള്ളൂ. അത് ദൈവത്തിൻ്റെ കരുണയുടെ ഭാഗമാണ്. അപ്പം ദൈവത്തിൻ്റെ കരുണയിൽ നിനക്ക് ഇടമുണ്ടെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നതിൻ്റെ കാരണം. നിൻ്റെ അവസ്ഥ എത്ര മോശമായാലും, നിൻ്റെ പാപകരമായ ജീവിത രീതികളായാലും നീ അനുദപിച്ചാൽ നിനക്ക് ദൈവരാജ്യത്തിലേക്ക് വരാൻ കഴിയും. പക്ഷേ ദൈവരാജ്യത്തിലേക്ക് വരാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ പല സ്ഥലങ്ങളുണ്ട്. അതാണ് പ്രശ്നം. അതാണ് ഇവിടെ വിഷയം. ദൈവരാജ്യത്തിൽ നിന്ന് നീ ഒട്ടും അകലെയല്ല. ആ ഉപഗ്രഹം പോലെ വേണേൽ പോകാൻ പറ്റും. അത് ദൈവരാജ്യത്തിൻ്റെ അകത്ത് ചെറുതും വലുതുമുണ്ട്. അത് ഈ 2 വചനവും കർത്താവ് തന്നെ പറഞ്ഞ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചെന്നും പറഞ്ഞുകൊണ്ട് ആയത്തിൻ്റെ കാര്യങ്ങൾ. ദൈവരാജ്യത്തിന് അകലെയല്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മർക്കോസ് 12:34. പത്രോസ് 12:34. അവൻ ബുദ്ധിപൂർവം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി
അവൻ ബുദ്ധിപൂർവം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. അപ്പൊ ദൈവരാജ്യത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല. അതാണ് പ്രശ്നം. അവൻ എന്താണ് ബുദ്ധിപൂർവം പറഞ്ഞ മറുപടി എന്താ? അവന് ബുദ്ധിയുണ്ട്. അവൻ പറഞ്ഞ മറുപടി എന്താ? ബുദ്ധിപൂർവം വേണ്ട നിങ്ങൾക്ക് ഉടമ്പടി പാലിക്കാം, ഞാൻ പറയണ പോലെയൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ദൈവരാജ്യത്തെ പ്രവേശിക്കാൻ നിർബന്ധമില്ല. ആ ബുദ്ധിപൂർവ്വം നമുക്ക് ഇൻ്റലക്ച്വലായിട്ട് റീസണബിളായിട്ട് വിഷയമൊക്കെ എടുക്കാൻ പറ്റും. റീസണല്ല, ബുദ്ധി തലച്ചോറല്ല ഉപയോഗിക്കേണ്ടത്, ഹൃദയമാണ് ഉപയോഗിക്കേണ്ടത്. ഉടമ്പടിയിൽ ഉപയോഗിക്കേണ്ടത് തലച്ചോറല്ല. അത് മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്താൽ മതി എന്നല്ല പറയണത്. മറിച്ച് എന്താണ്? അതിനകത്ത് ഹൃദയമാണ് ഉപയോഗിക്കേണ്ടത്. ദൈവത്തെ സ്നേഹത്തിലാണ് ഇത് വർക്കൗട്ട് ചെയ്യണത്. അതുകൊണ്ട് ഒന്നൊരു വായിച്ചോളൂ. ശ്രുതികട ഹല്ലേലൂയ. അവൻ ബുദ്ധിപൂർവം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി. അവൻ എന്ത് ബുദ്ധിപൂർവ്വമാണ് മറുപടി പറഞ്ഞത്? അവന്റെ മറുപടി എന്താന്ന് വായിച്ചേ? മർക്കോസ് 12:32 മുതലുള്ള തിരുവചനങ്ങൾ. മർക്കോസ് 12:32. നിയമജ്ഞൻ പറഞ്ഞു, ഗുരു അങ്ങ് പറഞ്ഞത് ശരി തന്നെ. ഗുരു അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അവിടുന്ന് ഏകനാണെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹന ബലികളെയും യാഗങ്ങളെയും കാൾ മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ്. അവൻ ബുദ്ധിപൂർവം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി. യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. അപ്പൊ ഈ സംഭവം അക്കാഡമിക്കായിട്ട് പഠിച്ച് ബുദ്ധിപൂർവ്വം മറുപടി പറയാൻ പറ്റും, സർട്ടിഫിക്കറ്റും കിട്ടും. ദൈവരാജ്യ പ്രവേശിക്കാൻ നിർബന്ധമില്ല. അതാണ് സംഭവം. ഈ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കതെല്ലാം പഠിച്ച് ഇതെല്ലാം മനസ്സിലാക്കിയൊക്കെ വെക്കാൻ പറ്റും. പക്ഷേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് നിർബന്ധമില്ല. അകലെ അടുത്തൊക്കെ വരാൻ പറ്റും. അത്ര കല്ലേ ഉള്ളു. ഇത് ബുദ്ധിപൂർവമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമല്ല ബൈബിൾ എന്നുള്ള സൂചനയാണ് വരണത്. ബുദ്ധിപൂർവമായിട്ട് അക്കാഡമിക്കലായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ല ഇത്. അക്കാഡമിക്കായിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് കയ്യും കെട്ടി ഇരുന്നാൽ ദൈവരാജ്യത്തിനകത്ത് കയറാൻ പറ്റത്തില്ല. പക്ഷേ എന്താണ് പിന്നെ എങ്ങനെ അകത്ത് കയറണത്? ഈ കൽപ്പന എത്രയും ചെറുതായാലും ശരി. മത്തായി 5:19 ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. പണ്ടത് അകലെയെന്നാ പറഞ്ഞത്. കൽപ്പനകളെ കുറിച്ച് ബുദ്ധിപരമായി മനസ്സിലാക്കുന്നവൻ ദൈവരാജ്യത്തിന് പുറത്താണ്. പക്ഷെ അത് പ്രവർത്തിക്കുന്നവൻ എന്ത് പറ്റും? അവിടെയും വലിപ്പ ചെറുപ്പമുണ്ട്. അടുത്ത വചനം വായിച്ചേ. എന്നാൽ അത് അനുസരിക്കുകയും കർത്താവിന്റെ കൽപ്പന അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. ഇപ്പൊ രണ്ട് കാര്യമുണ്ട്. എന്താണ്? പത്രം കൊടുത്താൽ മാത്രം പോരാ, അത് വായിച്ചു നോക്കിയിട്ട് അതാണ് വിഷയം പറയണത്. 5:20 എന്താ പറയണത്? അത് അനുസരിക്കുകയും അവൻ പറയണ പോലെ ചെയ്യുക മാത്രമല്ല, അത് അനുസരിക്കുകയും മറ്റുള്ളവരെ അനുസരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യണം. അപ്പം അതായത് നിങ്ങൾ ഇവിടുന്നെല്ലാം കേട്ട് ഞാനെല്ലാം ഉടമ്പടി പാലിച്ചുകൊണ്ടിരുന്ന കൈ കെട്ടിയിരുന്ന വർക്കൗട്ട് ചെയ്യത്തില്ല. ദൈവരാജ്യത്ത് ഗ്രഡേഷൻസ് ഉണ്ട്. വലിയവനുണ്ട്. ആ വലിയവനാകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ മറ്റുള്ളവരെ പരിശീലിപ്പിക്കുകയും. പ്രേക്ഷിത പ്രവർത്തനം അങ്ങനെ വന്നതാ. ഉടമ്പടിയിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ വലിയ സാക്ഷ്യങ്ങൾ പറയുന്നതിൻ്റെ കാരണം അതിന് 2 ഹെഡും ആൾക്കാർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒന്ന് അവരത് പാലിക്കുന്നു, മറ്റുള്ളവരെന്ത് ചെയ്യും? മറ്റുള്ളവരെ പാലിക്കാൻ വേണ്ടി മറ്റുള്ളവരെ
അത് പരിശീലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ദൈവരാജ്യത്തിന്റെ വലിയവനാകാൻ ദൈവരാജ്യത്തിൽ വലിയവനാകാൻ അങ്ങയുടെ കൽപ്പനകൾ അവൻ പറയണത് പോലെ അങ്ങയുടെ കൽപ്പനകൾ അവൻ പറയുന്നത് പോലെ ചെയ്യുകയും ചെയ്യുകയും അങ്ങനെ ചെയ്യുവാൻ മറ്റുള്ളവരെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന സുവിശേഷ ശുശ്രൂഷകനാകാൻ എന്നെ അഭിഷേകം ചെയ്യണമേ.